എവ്രിവൺ. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെഷൻ ആണിത്. നമുക്ക് നോക്കി നോക്കാം. ടീച്ചേഴ്സ് ആസ് മെന്റേഴ്സ് ഓഫ് ചിൽഡ്രൻ ഫോർ എൻഷുറിംഗ് ദെയർ പാർട്ടിസിപ്പേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. ഇപ്പൊ നമുക്കറിയാം ബൈജൂസ് അല്ലെങ്കിൽ മുന്നേ ബൈജൂസ് സൈലം പോലത്തെ ആപ്സ് ഒക്കെ ഓൺലൈൻ ട്യൂഷൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്ററിനെ കിട്ടും എന്നുള്ളത്. ഈ മെന്ററും ടീച്ചറും തമ്മിൽ എന്താ ഡിഫറൻസ്? ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാം നമ്മൾ ക്ലാസ്സിൽ പോകുന്നു, പഠിപ്പിക്കുന്നു, കാര്യങ്ങളെല്ലാം പേപ്പർ നോക്കുന്നു, കാര്യങ്ങളെല്ലാം റെക്കോർഡിക്കലി പറയുന്നു, അതൊക്കെയാണ് ടീച്ചേഴ്സ്. പക്ഷെ മെന്റർ എന്ന് പറയുമ്പോൾ എന്താണ്? അവര് പഠിപ്പിക്കല് മാത്രല്ല, ഒരു നല്ലൊരു ഗുഡ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് മെന്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടിയുടെ കംപ്ലീറ്റ് കാര്യങ്ങളും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, പഠിത്തത്തെ അക്കാഡമിക്കലി എന്തൊക്കെയാണെന്നുള്ളതായിക്കോട്ടെ, എല്ലാ രീതിയിലും ആസ് എ ഫ്രണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ മെന്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ടീച്ചർ അങ്ങനെ ആകുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. നോക്കിക്കേ, എൻഹാൻസ്ഡ് പാർട്ടിസിപ്പേഷൻ. അതായത് നമ്മളിപ്പോ നല്ലൊരു മെന്റർ ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ സ്വാഭാവികമായിട്ടും കൂടും എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇപ്പൊ നമ്മൾ വെറുതെ ക്ലാസ്സിൽ പോയി കണ്ടന്റ് പഠിപ്പിക്കുന്നു, പോരുന്നു, അങ്ങനെ ആവുന്ന സമയത്ത് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രം ആവുമ്പോൾ ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് മാനർ. അല്ലെങ്കിൽ നമുക്ക് പറയാം അതൊരു എന്താ പറയാ, ഒരു പ്രോപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല അത്. കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഇന്ററാക്ഷൻസ് അവിടെ വളരെ കുറവാണ്. പക്ഷെ നമ്മളൊരു മെന്ററിനെ പോലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളുടെ അടുത്ത് ചോദിച്ചിട്ട് അവരുടെ ഇന്ററാക്ഷൻ കൂടി കൂട്ടിയിട്ട് നല്ല രീതിക്ക് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അവിടെ ടീച്ചർ സ്റ്റുഡന്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റ് പാർട്ടിസിപ്പേഷൻ നല്ല രീതിക്ക് കൂടും. അവർ ഡൗട്ട് ചോദിക്കാൻ തുടങ്ങും, അവരുടെ ഒപ്പീനിയൻസ് പറയാൻ തുടങ്ങും. ഓക്കെ, ദെൻ ഇംപ്രൂവ് അക്കാഡമിക് പെർഫോമൻസ്. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവർ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങും. അതേപോലെ തന്നെ നമുക്കാണെന്നുണ്ടെങ്കിലും അവരുടെ റിക്വയർമെന്റിനനുസരിച്ച്, ഇപ്പൊ വീക്ക് സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ അവരുടെ റിക്വയർമെന്റിനനുസരിച്ച് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അക്കാഡമിക് പെർഫോമൻസ് ഇൻക്രീസ് ആവും. പിന്നെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്. എന്താണ്? നമ്മൾ അവരുടെ അക്കാഡമിക്സ് മാത്രമല്ല നോക്കുന്നത്, ആസ് എ ഫ്രണ്ട് ആണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. സോ ബോത്ത് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് നല്ല രീതിക്ക് അവിടെ നടക്കുന്നുണ്ടാവും. പിന്നെ റിസ്കി ബിഹേവിയർ കുറയും. കാരണം എന്താ? കുട്ടികൾക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും പറയാനും അതേപോലെ തന്നെ ഗൈഡ് ചെയ്യാനും ഒരാളുണ്ട് എന്ന് തോന്നുമ്പോൾ അവരുടെ ഒരുപാട് ഇഷ്യൂസ് ലൈക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി ഒക്കെ കുറയും. അതേപോലെ തന്നെ റിസ്കി ബിഹേവിയറും കുറയും. പിന്നെ ഇൻക്രീസ്ഡ് റിസൈലൻസ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാത്തിനെയും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ, എല്ലാത്തിനെയും ഓവർകം ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടും. കാരണം ഒപ്പം ഒരാളുണ്ട്, എന്റെ മെന്റർ ഉണ്ട് എന്നുള്ളൊരു തോട്ട് അവർക്ക് വരും. അപ്പൊ സംഭവം അത്രയേ ഉള്ളൂ. ടീച്ചർ എന്ന് പറയുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ മെന്റർ എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും നമ്മൾ അവരെ എന്ത് ചെയ്യാണ്? ഗൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കേ, ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ ടെക്നിക്സ് എന്തൊക്കെയാണ്? ടീച്ചേഴ്സിന് വേണ്ട പോസിറ്റീവ് ഡിസിപ്ലിൻ ടെക്നിക്സ് എന്താണെന്നാ പറയുന്നത്? സെറ്റ് ക്ലിയർ എക്സ്പെക്ടേഷൻസ് ആൻഡ് റൂൾസ്. ഇതിന് ഏറ്റവും ഒരു സിമ്പിൾ ആയിട്ടേ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ എപ്പോഴും കുട്ടികളോട് പറയും ബി റെസ്പെക്ട്ഫുൾ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എന്താണ് എല്ലാവരോടും ഭയങ്കര റെസ്പെക്ട്ഫുള്ളി നമ്മൾ സംസാരിക്കണം എന്നുള്ളത് നമ്മൾ പറയും. പക്ഷേ എങ്ങനെയാണ് റെസ്പെക്ട്ഫുൾ ആവേണ്ടതെന്ന് നമ്മൾ പറയാറുണ്ടോ? അല്ലെങ്കിൽ ക്ലാസ്സിലാണെങ്കിൽ ഇപ്പൊ കുട്ടി എന്തെങ്കിലും ടീച്ചറോട് എതിർത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബി റെസ്പെക്ട്ഫുൾ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ചെറിയ കുഞ്ഞു മക്കൾക്കൊക്കെ. അപ്പൊ എന്താ? പക്ഷെ അത് എങ്ങനെ റെസ്പെക്ട്ഫുൾ ആവണം? ലൈക്ക് ഇപ്പൊ ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അവര് എന്താ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ കേൾക്കൂ, എന്നിട്ട് അതിനനുസരിച്ച് ഏജിനനുസരിച്ച് നിങ്ങൾ റിപ്ലൈ കൊടുക്കൂ. അങ്ങനെ നമ്മൾ പറയാം. അതായത് വെറുതെ നിങ്ങൾ റെസ്പെക്ട്ഫുള്ളി സംസാരിക്കണം എന്ന് പറയുമ്പോൾ അത് എങ്ങനെ എന്നുള്ളത് കുട്ടിക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ അത് എങ്ങനെ എന്നുള്ളത് ആദ്യം പറഞ്ഞു കൊടുക്കുക. മക്കളെ, ടീച്ചർ ക്ലാസ്സിൽ വരുന്ന സമയത്ത് എന്താണ് ഞാൻ എന്താണോ പറയുന്നത് അത് നിങ്ങളത് കേൾക്കേണ്ട ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കുക. ആ രീതിയിൽ എന്താണ് ക്ലിയർ എക്സ്പെക്ടേഷൻസ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നല്ലാതെ എങ്ങനെ നമുക്ക് ആ ഒരു രീതിയിലേക്ക് വരാൻ പറ്റും, എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്നുള്ള ക്ലിയർ എക്സ്പെക്ടേഷൻ നമ്മൾ എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കാം. പിന്നെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കുട്ടികളെ മാക്സിമം ഇപ്പൊ ഒരു മണ്ടൻ ഡൗട്ട് ചോദിച്ചൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക, ഒരു ആവശ്യമില്ലാത്ത ഡൗട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഡൗട്ട് ചോദിക്കാൻ കാണിച്ച, അതായത് അത്രയും സ്റ്റുഡൻസിന്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ആ ഡൗട്ട് ചോദിക്കാൻ കാണിച്ച ആ ഒരു കോൺഫിഡൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? അപ്രീഷിയേറ്റ് ചെയ്യണം. അല്ലാതെ നീ എന്ത് മണ്ടത്തരാടാ ഈ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? തളർത്താൻ പാടില്ല. ഓക്കെ, then use natural and logical consequences. അതേപോലെ തന്നെ use positive redirection, positive communication, build positive relationship, use problem solving strategy, model positive behavior നമുക്ക് വേണം. അതേപോലെ തന്നെ ആവശ്യം വന്നാൽ നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് സപ്പോർട്ട് വാങ്ങാനും നമ്മൾ മടിക്കാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്.
ഞാൻ ഇത് കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ എന്താണ് അറിയുന്നുണ്ടായിരിക്കും എന്താണ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ മാക്സിമം സ്റ്റുഡൻസിനെ എന്ത് ചെയ്യുക, നല്ല റിലേഷൻഷിപ്സ്, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്തിട്ട് കുട്ടികളുടെ എന്ത് കാര്യവും നമ്മൾ മനസ്സിലാക്കി ഒരു ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച് ആണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ്, സ്കിൽസ് ഫോർ സെലിബ്രേറ്റിംഗ് ചൈൽഡ് റൈറ്റ്സ്. സംഭവം ഉദ്ദേശിക്കുന്നത് നമ്മൾ ചൈൽഡ് റൈറ്റ് സെലിബ്രേറ്റ് ചെയ്യാന്നല്ല കേട്ടോ, അതായത് ചൈൽഡ് റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സ്കിൽ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ചൈൽഡ് റൈറ്റ് പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. നോക്കിക്കേ, നമുക്ക് അതിനായിട്ടും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ് വേണ്ടത്. അതായത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇസ് ക്രൂഷ്യൽ ഫോർ റേസിംഗ് അവയർനെസ്, എഡ്യൂക്കേറ്റിംഗ് അതേഴ്സ് അബൌട്ട് ചൈൽഡ് റൈറ്റ് ആൻഡ് അഡ്വക്കേറ്റിംഗ് ഫോർ പോളിസി ചേഞ്ചസ്. ഒന്നുമില്ല, നമ്മള് സത്യം പറഞ്ഞാൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലാണ് കുട്ടികളിലാണെങ്കിലും പാരന്റ്സിനാണെങ്കിലും ചൈൽഡ് റൈറ്റ്സിന്റെ എന്തൊക്കെയാണ്, എന്താണ് ചൈൽഡ് റൈറ്റ്, അതിനെക്കുറിച്ച് നമുക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുള്ളൂ. അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി എന്താണ്, creative approaches can be used to engage children and community, develop educational materials and design impactful campaigns. അതായത് നമ്മുടെ ഈ ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ച് പ്രോപ്പർ അവയർനെസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രിയേറ്റിവിറ്റി നല്ല രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ക്രിയേറ്റീവ് ഇവന്റ്സ് നമുക്ക് പറ്റും, അതേപോലെ തന്നെ അതിനനുസരിച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് ചൈൽഡ് റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യാം. ദെൻ കൊളാബറേഷൻ, വർക്കിംഗ് എഫക്റ്റീവ്ലി വിത്ത് അതേഴ്സ് ഇൻക്ലൂഡിംഗ് ഓർഗനൈസേഷൻ, കമ്മ്യൂണിറ്റീസ് ആൻഡ് ഗവൺമെന്റ് ബോഡീസ് is essential for achieving shared goals in child right advocacy. അതായത് എന്താ പറയുന്നത്, നമ്മൾ ഒന്നോ രണ്ടോ ആള് വിചാരിച്ചാൽ ഈ ചൈൽഡ് റൈറ്റ്സ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതായത് നമുക്ക് ചുറ്റുള്ള ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ വേറെ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, നോൺ ഗവൺമെന്റൽ ആയിക്കോട്ടെ, അവരൊക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. Then leadership. Strong leadership is needed to guide initiatives, inspire action and drive progress in promoting and protecting children's rights. എന്താണ്, നമ്മൾ ഓരോരുത്തരും മുന്നിട്ട് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചൈൽഡ് റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. Then adaptability. The ability to adapt to changing circumstances and challenges is very important in addressing the diverse and evolving needs of a children. ഇപ്പൊ പണ്ട് കാലത്ത് ഒരു 10-50 വർഷം മുന്നേ ഉള്ള കുട്ടികളുടെ റിക്വയർമെന്റ്സ് ആണോ ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത്? നമ്മുടെയൊക്കെ ഗ്രാൻഡ് പാരന്റ്സ് പറയും, ഞങ്ങളൊക്കെ ചെറുപ്പത്തിലാവുമ്പോഴേ, ഞങ്ങളൊക്കെ കുട്ടികളാവുമ്പോഴേ ഇതൊന്നും കാണാനേ കിട്ടില്ല. പക്ഷെ കാലം മാറി അല്ലെ? അപ്പൊ ഓരോ കാലത്തിനനുസരിച്ചും ഓരോ സിറ്റുവേഷൻസിനനുസരിച്ചും നമ്മളും ചേഞ്ച് ചെയ്യാന്നുള്ളത്, നമ്മൾ അതിനെ അഡാപ്റ്റ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ പ്രോജക്ട് മാനേജ്മെന്റ് എന്താണ്, efficiently planning, executing and monitoring projects related to child rights initiatives ensure effective resource utilization and measurable outcomes. എന്താ പറയുന്നത്, നമ്മള് സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ചൈൽഡ് റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ പ്ലാനിങ്, അതേപോലെ തന്നെ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, എങ്ങനെ മോണിറ്റർ ചെയ്യണം, അതെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ദെൻ റിസർച്ച് സ്കിൽസ്, അതായത് നമ്മളിപ്പോ ചൈൽഡ് റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം, അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ചേഴ്സ്, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാം, അതൊക്കെ നമുക്ക് ഈ റിസർച്ച് സ്കില്ലിൽ വരും കേട്ടോ. ദെൻ ഫണ്ട് റേസിംഗ്, ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിന്റെയൊക്കെ ലീഗൽ വശം നമ്മൾ അറിഞ്ഞിരിക്കുക വേണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്കിൽസ് ഫോർ സെലിബ്രേറ്റിംഗ് ചൈൽഡ് റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ചൈൽഡ് റൈറ്റ് സെലിബ്രേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കിൽ എന്നല്ല ഉദ്ദേശിക്കുന്നത്, എങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ അതിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, അതിനെന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, അതാണ് കേട്ടോ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് എന്തൊക്കെയാ നോക്കിയിട്ടുള്ളത്, എങ്ങനെയാണ് വൾണറബിൾ ചിൽഡ്രനെ മനസ്സിലാക്കുക, അതേപോലെ തന്നെ അവർക്ക് എന്തൊക്കെയാണ് അതിന്റെ സയൻസ്, അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, അതേപോലെ തന്നെ ആസ് എ ടീച്ചർ എങ്ങനെ നമുക്ക്, ആസ് എ ടീച്ചർ അല്ല ആസ് എ മെന്റർ എങ്ങനെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, പോസിറ്റീവ് ടെക്നിക്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഇതെങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ചെറിയൊരു ചാപ്റ്റർ ആണ്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതോടുകൂടി ചൈൽഡ് റൈറ്റ്സിന്റെ പോർഷൻസ് ഇവിടെ തീരുകയാണ് കേട്ടോ. ബൈ ബൈ.